നമ്മുടെ നാട്ടിൽ യുവജനങ്ങളും കുട്ടികളും കൗമാരക്കാരും ഒക്കെ ഒത്തിരി സംഘർഷഭരിതമായ സമയത്തൂടെ കടന്നു പോകുന്നു. അപ്പോൾ എന്താണ് അവരെ ഈ ഇത്ര സംഘർഷഭരിതമായ ഈ ലോകത്ത് അവരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും? മദ്യത്തെപ്പറ്റി, മയക്കുമരുന്ന് ഉപയോഗത്തെപ്പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ അഭ്യസിക്കാവുന്ന 3 കാര്യങ്ങളെപ്പറ്റി മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് അത് പരിശീലിക്കണം. നമ്മൾ ആരോട് ഇടപെട്ടാലും നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂടെ ഇടപെടുന്ന മറ്റുള്ള ആൾക്കാരോടൊക്കെ നല്ല സൗഹാർദ്ദപരവും ഊഷ്മളവുമായ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാനായിട്ട് നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കണം. ആ പരിശീലനം വളരെ ചെറുപ്പത്തിലേ നമ്മൾ തുടങ്ങണം. ഇപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെ ഇടപെടാനുള്ള ഒരു വലിയ ഒരു വ്യക്തിബന്ധങ്ങൾ വളരെയധികം ജീവിതത്തിൽ ഏത് കാലഘട്ടത്തിലും ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നേരിടാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങൾ. ഇനി രണ്ടാമത്തെ കാര്യം കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ വലിയധികം വിഷമതകൾ നമുക്കുണ്ടാകും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യജീവിതത്തിൽ കഷ്ടപ്പാടുകൾ, വിഷമങ്ങൾ, വേദനകളൊക്കെ ഉണ്ടാവും. അതിനെ നമുക്ക് സ്ട്രെസ് എന്ന് വിളിക്കാം. ഇപ്പോൾ സ്ട്രെസ്സിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ലൈഫ് വിത്തൗട്ട് സ്ട്രെസ് ഈസ് ഡെത്ത്. അതായത് ജീവിതത്തിൽ ഒരു സ്ട്രെസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലാത്ത, ക്ലേശമില്ലാത്ത ഒരു മരണതുല്യമാണ്. അപ്പോൾ അത് നമുക്ക് സ്ട്രെസ് എപ്പോഴും നമുക്ക് ഉണ്ട്. സ്ട്രെസ് കൊണ്ടാണ് നമുക്ക് വളരാൻ സാധിക്കും. അപ്പോൾ സ്ട്രെസ്സിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് നമ്മൾ ഏറ്റവും അധികം നമ്മൾ ഓർക്കണം. സ്ട്രെസ് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ, കൗമാരക്കാരെയൊക്കെ പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും ജീവിതത്തിലെ സ്ട്രെസ് എന്താണെന്ന് പോലും മനസ്സിലാകുകയില്ല. അവസാനം യഥാർത്ഥ സ്ട്രെസ്സിനെ നേരിടുമ്പോൾ അവർ തകർന്നു വീഴും. അപ്പോൾ അവർക്ക് എപ്പോഴും നമ്മൾ ഡിസിപ്ലിൻ ഓഫ് ഡിനയൽ എന്ന് പറയും. നമ്മൾ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കാതെ അവർക്ക് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കാനായിട്ടുള്ളതും വേണ്ടാത്തവർ കൊടുക്കാതിരിക്കാനായിട്ടുള്ള ഒരു പരിശീലനം നമ്മൾ വേണം. അങ്ങനെയാണ് നമുക്ക് സ്ട്രെസ്സിനെ നേരിടാനുള്ള പരിശീലനം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എംപതി. നമുക്ക് സഹാനുഭൂതി ഒരു വലിയ ഗുണമാണ്. അത് ചെറുപ്പക്കാരിൽ വാങ്ങിച്ചെടുക്കാനായിട്ട് നമുക്ക് ആശുപത്രികളൊക്കെ വരുവാണ്, ആശുപത്രികളൊക്കെ കൊണ്ടുപോകണം. അപ്പം ഞാൻ മാനസികാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഞങ്ങൾ ഇങ്ങനെയുള്ള മാനസിക രോഗികളെയൊക്കെ പുനരധിവസിപ്പിക്കുന്ന നവജീവൻ, അല്ലെ മരിയ സദൻ, ഇവിടെയൊക്കെ ഇവിടെ രോഗികൾ, മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ഞാൻ പോകാറുണ്ട്. അപ്പോൾ അത് വലിയ ഒരു സഹാനുഭൂതിയുടെ അനുഭവം സാധാരണ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും, നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പഠിക്കുന്നവർ ആശുപത്രികളിലൊക്കെ അനുവാദത്തോടുകൂടി പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ടെർമിനലിൽ കഷ്ടപ്പെട്ട് അനുഭവിക്കുന്നവർ ക്യാൻസർ വാർഡുകളൊക്കെ പോകാനും, അല്ലെങ്കിൽ അവരെ കാണാനും, അവരോട് പിന്നെ അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ വിഷമത അനുഭവിക്കുന്ന ധാരാളം പേരെ നമ്മൾ കാണും. അവരോടൊക്കെ നമുക്ക് ചേർന്ന് നിൽക്കാനും നമുക്ക് സാധിക്കട്ടെ. ഈ 3 കാര്യങ്ങൾ അഭ്യസിച്ച് കഴിഞ്ഞാൽ ഡീലിംഗ് വിത്ത് സ്ട്രെസ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് എംപതി, ഇത് 3 കാര്യങ്ങൾ അഭ്യസിച്ച് കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് നമുക്ക് വലിയ അളവ് വരെ സാധിക്കും. അത് ചെറുപ്പക്കാർക്ക് വലിയൊരു സിദ്ധിയായിട്ട് തന്നെ മാറും. താങ്ക് യു.